ഈ ലോകത്ത് ഒരുപാട് തരത്തിലുള്ള മനുഷ്യർ ജീവിക്കുന്നുണ്ട്. മനുഷ്യരുടെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെ അവരിലുണ്ടാവുന്ന വൈവിധ്യമാണ്. എന്നാൽ നമുക്കിടയിലും മനുഷ്യൻ എന്ന് വിശേഷിപ്പിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള അത്രയും വ്രണപ്പെട്ട മനസ്സോടുകൂടിയുള്ള ആളുകളും ഉണ്ടെന്നുള്ളതിന്റെ തിരിച്ചറിവാണ്. നമസ്കാരം. സിനിമ എന്നുള്ള വിനോദോപാധി ചിലപ്പോൾ ഒരു ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് നമ്മളെ മാറ്റുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ചില സിനിമ നമ്മുടെ മനസ്സിനെ വല്ലാതെ സ്പർശിക്കുന്ന ചില സിനിമകൾ ഉണ്ടാവും. അതിലെ കണ്ടന്റ് തന്നെയായിരിക്കും അതിനുള്ള കാരണവും. ഈ അടുത്ത കാലത്ത് നെറ്റ്ഫ്ലിക്സിൽ ഇറങ്ങിയ ഒരു മൂവി എൻ്റെ മനസ്സിനെ വല്ലാതെ എഫക്ട് ചെയ്തു എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് സെക്ടർ 36 എന്നുള്ള സിനിമയെ കുറിച്ചാണ്. ആദ്യം തന്നെ പറയട്ടെ, 18 വയസ്സിൽ താഴെയുള്ള ആളുകൾ ഈ ഒരു സിനിമ ഒഴിവാക്കുക. പലതരം സൈക്കോ ത്രില്ലറുകൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിലും ആ സിനിമ അവസാനിക്കുമ്പോൾ ഇങ്ങനെയുള്ള ആളുകളൊന്നും ഈ ലോകത്ത് ഉണ്ടാവില്ലേ എന്നുള്ള ഒരു പ്രാർത്ഥന നമുക്ക് ഉണ്ടാവാറുണ്ട്. എന്നാൽ ഇന്ന് നമ്മൾ സംസാരിക്കുന്ന സെക്ടർ 36 എന്നുള്ള മൂവി ഒരു റിയൽ ലൈഫ് സ്റ്റോറി ആസ്പദമാക്കിയിട്ടുള്ളതാണ്. അത് നമ്മുടെ ഇന്ത്യയിൽ നടന്ന സംഭവമാണെന്ന് പറയുമ്പോൾ അതുണ്ടാക്കുന്ന വേദന കുറച്ചധികമാണ്. 2005-2006 കാലഘട്ടത്തിൽ നിധാരിയിൽ നടന്ന നിധാരി കൂട്ടക്കൊലയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നിധാരി കൂട്ടക്കൊലയെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു സിനിമയാണ് സെക്ടർ 36 എന്ന് പറയുന്നത്. നിധാരി എന്ന ഗ്രാമത്തിൽ കുട്ടികൾ ദിനം പ്രതി ഇങ്ങനെ മിസ്സിംഗ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പോലും അവിടുത്തെ ഗവൺമെന്റ് ഇതിനെതിരെ കൃത്യമായ രീതിയിൽ ഒരു അന്വേഷണം നടത്താനോ പോലീസ് ഇതെങ്ങനെ തടയാൻ പറ്റുമെന്നോ ചിന്തിക്കുന്ന ഒരു അവസ്ഥ അവിടെ ഉണ്ടാകുന്നില്ല. അവിടെയുള്ള കുട്ടികളൊക്കെ വളരെ താഴെക്കിടയിലുള്ള കുട്ടികളായതുകൊണ്ട് തന്നെ അവരവിടെ നിന്ന് ഓടിപ്പോകുന്നു എന്നുള്ളൊരു ധാരണ വെച്ചുകൊണ്ട് പോലീസും ഇതിനെ വളരെയധികം അവഗണിക്കുക തന്നെയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. എന്നാൽ കാലക്രമേണ ഈ കുട്ടികളുടെ ബോഡി അവർക്ക് വളരെ യാദൃശ്ചികമായിട്ട് റിക്കവറിയായി കിട്ടുകയും അതിൽ നിന്ന് തുടങ്ങുന്ന ഒരു വലിയ കുറ്റകൃത്യത്തിന്റെ പരമ്പരയിലേക്കുമാണ് ഈ സിനിമ വിരൽ. ഇതിലെ കേന്ദ്ര കഥാപാത്രമായിട്ടുള്ള സൈക്കോ കൊലയാളിയായിട്ട് വേഷമിട്ടിരിക്കുന്നത് 12th ഫെയിൽ മൂവിയിലൂടെ നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായിട്ടുള്ള വിക്രാന്ത് മാസിയാണ്. അദ്ദേഹത്തെ ഇങ്ങനെ ഒരു റോളിൽ സങ്കല്പിക്കുക എന്നുള്ളത് എനിക്ക് വളരെയധികം ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. പക്ഷെ അദ്ദേഹം എന്നുള്ള അഭിനേതാവ് ആ റോൾ അത്രയും ഗംഭീരമാക്കി. ഒരു സൈക്കോ കൊലയാളി എന്ന് പറയുമ്പോൾ പലരുടെയും അയാൾ ഓവർ വയലന്റ് ആയിട്ടുള്ളതും അല്ലെങ്കിൽ അയാൾക്ക് പ്രത്യേകം എന്തെങ്കിലും ഒരു ചേഷ്ടയും ഒക്കെ നമ്മൾ ചിലപ്പോൾ കാണാറുണ്ട്. എന്നാൽ നമുക്കിടയിൽ ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് വളരെ സ്വാഭാവികമായിട്ടുള്ള ജീവിതമാണ് അവർ നടത്തുന്നതെന്ന് നമ്മൾ വിചാരിക്കുക പോലും ചെയ്യുന്ന ആളുകൾക്കിടയിൽ ഇത്രയും വലിയ മനോവൈകൃതങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ട് എന്നുള്ളത് വിക്രാന്ത് മാസി അത് കൃത്യമായ രീതിയിൽ പോർട്രേറ്റ് ചെയ്തത് അടിപൊളിയായിട്ടാണ്. നിങ്ങൾ അദ്ദേഹത്തിന്റെ അഭിനയം കാണുന്ന സമയത്ത് ശരിക്കും നമ്മളെല്ലാവരും ഒരു നിമിഷത്തേക്ക് വണ്ടറായി പോകും. അദ്ദേഹം ചില പോലീസ് സ്റ്റേഷനിലും അതേപോലെ തന്നെ ഇതിന്റെ തുടക്കത്തിലുമൊക്കെ അദ്ദേഹത്തിന്റെ ഭാവം മാറുന്ന കുറച്ച് സീൻസ് ഒക്കെ ഉണ്ട്. അദ്ദേഹത്തിന്റെ കണ്ണിലൂടെ ആ സൈക്കോ കൊലയാളി എത്രത്തോളം ഭീകരനാണെന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. മനുഷ്യൻ എന്ന വ്യക്തിയെ ഏറ്റവും വ്യത്യസ്തനാക്കുന്നത് അവർക്കിടയിലുള്ള വൈവിധ്യമാണ്. സ്വഭാവത്തിന്റെയും നിറത്തിന്റെയും ഒക്കെ കാര്യത്തിൽ മനുഷ്യർക്കിടയിൽ ഉണ്ടാകുന്ന വ്യത്യാസം കണക്കിലെടുത്തുകൊണ്ട് തന്നെ പറയട്ടെ, മനുഷ്യൻ എന്ന് വിശേഷിപ്പിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ചില ആളുകൾ ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നു എന്നതിന്റെ ഉത്തമ ഉദാഹരണം കൂടെയാണ് സെക്ടർ 36. അവർക്ക് പൈസ കൂടെ ഉണ്ടാവുമ്പോൾ അത് നമ്മുടെ നിയമവ്യവസ്ഥയെ അട്ടിമറിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന വലിയൊരു സങ്കീർണമായ പ്രശ്നം കൂടെ ഈ സിനിമ അടയാളപ്പെടുത്തുന്നുണ്ട്. ഈ സിനിമയുടെ കണ്ടന്റ് എന്ന് പറയുന്നത് 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ തീർച്ചയായും ഒഴിവാക്കേണ്ടത് തന്നെയാണ്. കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമം തന്നെയാണ് ഈ സിനിമയുടെ പശ്ചാത്തലം. അതുകൊണ്ട് തന്നെ ഇത് പല ആളുകളിലും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. അങ്ങനെ മനസ്സിന് കട്ടിയില്ലാത്ത ആളുകൾ തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ട സിനിമ തന്നെയാണിത്. മറ്റൊരു അടിപൊളി മൂവിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.